അപ്പോൾ ഗൈസ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതെന്താണ് സ്ക്രൂ അപ്പം അതിന് ഇതുണ്ടോ? ഓ ഉണ്ടോ. ഒരു വ്ലോഗ് ചെയ്താലോന്ന്, വീഡിയോ എടുത്താലോന്ന്. അപ്പം അച്ഛൻ്റെ വകയായിരിക്കും ബിരിയാണി അല്ലേ. അങ്ങനെ ക്രിസ്മസിനുള്ള ബിരിയാണി വരെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പുൽക്കൂടും ട്രീയും സെറ്റ് ചെയ്യണം. കഴിഞ്ഞ കൊല്ലം മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ നമുക്ക് മേടിക്കേണ്ടുന്നുള്ളൂ. എസ്പെഷ്യലി നമുക്ക് കൂടെ എക്സ്ട്രാ മേടിക്കേണ്ട വന്നു. അതിൻ്റെ കാരണം അറിയാലോ, പഴയ കൂട് ഉച്ചൂത്തിപ്പോയി. നമ്മൾ ഈ ഒരു വൺ ടൈം യൂസ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കാരണം വേറൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ ക്രിസ്മസ് ആയാലും വിഷു ആയാലും ഓണമായാലും ഒന്നും അങ്ങനെ വലിയൊരു പ്രൗഢിയോടുകൂടി ആഘോഷിച്ചിട്ടില്ല. അതായത് പൂക്കളിടിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ തൂക്കിയോ അല്ലെങ്കിൽ വിഷുവിന് കണി ഒരുക്കിയോ എപ്പോഴും ഒരു പ്രാവശ്യം ഒന്ന് കണി ഒരുക്കിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഒന്നും തന്നെ ചെയ്യാറില്ല. ആകെ ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കും. അതെൻ്റെ അമ്മ പണ്ട് തൊട്ടേ ഈ നല്ല ദിവസങ്ങളിൽ കാരണവന്മാർക്ക് ഭക്ഷണം വീതി വയ്ക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കി വീതി വയ്ക്കും. പിന്നെ പിള്ളേരുള്ളത് കൊണ്ടും ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. ചിലപ്പം മിക്കപ്പോഴും ഞാൻ ഉണ്ടാവാറുമില്ല എൻ്റെ വീട്ടിൽ. രഞ്ജുവായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചുകൂടി വിശേഷ ദിവസമാണെന്ന് തോന്നി പലതും ചെയ്യാൻ തുടങ്ങിയത്. അത് രഞ്ജുവിന് തന്നെയാണ് ക്രെഡിറ്റ്. കാര്യം രഞ്ജു പറയും നമുക്കൊരു നല്ല ദിവസം വരുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കാണണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് രഞ്ജു തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ പരിപാടികളുടെ ഒരു ഒതുക്കമാണ്. അതിൻ്റെ ഇടയ്ക്ക് വേദുവിൻ്റെ ഒരു പാവയൊക്കെ വലിച്ചു കീറി. അതായത് ഞങ്ങൾ കുറച്ച് വിൻ്റർ സീസൺ ആയിരിക്കുമല്ലോ ഡിസംബറൊക്കെ. അപ്പോൾ കുറച്ച് മഞ്ഞുമലകൾ ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പിൽ വേദുവിൻ്റെ ഒരു പഴയ പാവ കീറിയതാണ് ആ കാണുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുക. ഒരു ചെറിയ പുൽക്കൂട്, വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ പുൽക്കൂടാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും കാണുക കേട്ടോ. പിന്നെ തന്റെ അന്നത്തെ മുഖം മാറ്റുമോ? അതെ, ഉണ്ടാക്കിയവരുടെ മോന്ത വേണ്ട. നമ്മുടെ പുൽക്കൂടി ഇങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉണ്ണിയേശനെ മാറ്റത്തില്ലായിരുന്നു. ഉണ്ണിയേശന് ഇന്ന് വെക്കില്ല ഞങ്ങൾ. ഇനി ഇതിന്റെ മൊത്തം ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഡെക്കറേറ്റ് ചെയ്യണം. നമ്മുടെ പുൽക്കൂട് ഏകദേശം ഈ ഒരു സെറ്റപ്പിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് വേദു എവിടെ നടക്ക് പൊട്ടിക്കുന്നുണ്ട്. മണിയമ്പടത്ത് നോക്കി ഇവിടെ ഒരുത്തതേ ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുന്ന ഒരു ഉപകാരമില്ലാതെ വെറും ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുന്ന മഹതിയാണ് മഞ്ജു. നോക്കടി 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 നിന്റെ വളിച്ച ക്യാമറ ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിട്ടുള്ള ഭീഷണിപ്പെടുത്തും നമ്മള്. അച്ഛനെന്ത് കിടന്നാ? ഓക്കെ, എന്റെ ട്രൈയിലേ നീ വീഴൂ കേട്ടല്ലോ, എന്റെ ട്രൈയിലേ നീ വീഴൂ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റ് ആയി. ലൈറ്റ് സെറ്റിംഗ്സ് ഉണ്ട്, ഈ പരിപാടി ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വേദുവിന്റെ വകയാണ്. വേദുവാണ് ട്രീ ഒരുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാ തന്നെ ഒരുക്കിക്കോ. മാമനെ കൂട്ട് വിളിക്കണം. അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ വേദു ട്രീ ഒരുക്കാൻ തുടങ്ങി.
ഗോൾഡിലാണോ? പക്ഷെ ഗോൾഡ് മാത്രമായിട്ട് തൂക്കരുത്, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഗോൾഡ് തൂക്കരുത് വേദോ. അല്ല അവള് തൂക്കാന്ന് പറഞ്ഞോണ്ടാണോ? തൂക്കട്ടെ വെച്ച് അടുപ്പിച്ചടുപ്പിച്ച് ഗോൾഡ് തൂക്കരുത്. ഓരോ കളേഴ്സിൽ നിന്ന് ഓരോ കളേഴ്സ് എടുത്തിട്ട് തൂക്കിക്കൊണ്ടിരിക്കും കേട്ടാ. ഓക്കെ, എൻ്റെ ഇടയ്ക്ക് രഞ്ജു ഇവിടെ എന്തോ പരിപാടിയിലാണ്. യെസ് ഗായ്സ്, അതങ്ങനെ. അപ്പം മോളെ മണിക്കുട്ടി എവിടെ? ഒന്ന് ചിരിക്കുവോ? താങ്ക് യു. ഇത് പുതിയത്, നമ്മൾ ഇന്ന് പുതിയത് മേടിച്ചതാ. ഇതും ഓക്കെ. ആ അലുകൂലത്തെ സാധനങ്ങൾ വേറെ ഉണ്ട്. ഓരോന്നീന്ന് എടുത്തരാ തൂക്ക് കേട്ടാ. എവിടെ കണ്ട രഞ്ജു എൻ്റെ അടുക്ക് വേറൊരു സാധനം തൂക്കി നോട്ടെ. രഞ്ജുവിന്റെ പുണ്ടി മാത്രം. നമ്മുടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർണ്ണതയിലെത്തിക്കണ്ടോ. വേദു ട്രീ ഒക്കെ സെറ്റ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജു അതിൽ ലൈറ്റ് ഇട്ടു. ഞങ്ങൾ പുൽക്കൂടും അതേപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു ക്രിസ്മസാണ്, ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇങ്ങനൊരു പുൽക്കൂടും അതേപോലെ തന്നെ ഒരു ട്രീയും പിന്നെ അതെ ലൈറ്റ്, അല്ല സോറി ലൈറ്റ് അല്ലല്ലോ, സ്റ്റാർ കണ്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റാർ അടിപൊളി സ്റ്റാറാണ്. അപ്പം എന്തായാലും അങ്ങനെ ക്രിസ്മസ് രാവുകൾ തുടങ്ങി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ലവ് യു ഓൾ.